നമസ്കാരം. പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി ആര് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മാർച്ച് 3-ാം തീയതി, അതായത് ഇന്നാണ് പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശങ്ങൾ നൽകുന്നത് ഇന്നലെ തന്നെ അവസാനിച്ചിരുന്നു. ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പിന്തുണ ലഭിക്കുന്ന നവാസ് ഷെരീഫിന്റെ പാർട്ടിയായ മുസ്ലിം ലീഗ് നവാസിൽ നിന്നും ഷഹബാസ് ഷെരീഫാണ് മത്സര രംഗത്തുള്ളത്. കൂടുതൽ സാധ്യതകൾ ഉള്ളതും ഇദ്ദേഹത്തിന് തന്നെയാണ്. ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ പാർട്ടിയും തോൽവി സമ്മതിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് ഒമർ അയൂബ് ഖാനെ ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ കൂടാതെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെ കണ്ടെത്താനുള്ള വോട്ടെടുപ്പ് മാർച്ച് 1-ാം തീയതി ആയിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായാലും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാകിസ്ഥാനിലെമ്പാടും കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, പാകിസ്ഥാനിൽ ഇതിനു മുൻപ്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വിവിധ സ്ഥലങ്ങളിൽ ഭീകരാക്രമണങ്ങൾ പോലും ഉണ്ടായിരുന്നു. അവിടെ പോലീസ് സ്റ്റേഷൻ അടക്കം ആക്രമിക്കുന്ന കാഴ്ച ലോകം മുഴുവൻ കണ്ടതാണ്. ഇതൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കി വെച്ച തലവേദനകൾ ചെറുതായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ദിവസം പാകിസ്ഥാനിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ഏറെ നാളത്തെ സസ്പെൻസിനൊടുവിൽ ഇനി പാകിസ്ഥാന്റെ അധികാര പദവിയിലേക്ക്, പ്രധാനമന്ത്രി പദത്തിലേക്ക് ആരെത്തും എന്ന് ഇന്ന് തന്നെ അറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.